പരിവൃത്തം അഥവാ സർക്കിൾ വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഇവിടെ നമുക്ക് 6 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ എന്ന ഇങ്ങനെയാണ് ത്രികോണത്തിൻ്റെ ലെങ്ത്ത് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എ ബി ഞാൻ എന്ത് ചെയ്തു 6 സെൻറ്റിമീറ്റർ വരച്ചു. എന്നിട്ട് എൻ്റെ കോമ്പസിൽ ഞാനൊരു 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തെടുത്തു. ഓക്കെ, ഈ 5 സെൻറ്റിമീറ്റർ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എ എന്ന പോയിൻറ്റിൽ വെച്ചിട്ട് ഞാനൊരു ആർക്ക് വരച്ചു. ഓക്കെ, അതേപോലെ തന്നെ ബി എന്ന പോയിൻറ്റിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു ഒരു 5 സെൻറ്റി ഇതേപോലെ തന്നെ കേട്ടോ, ഈ കോമ്പസ് ഇതേപോലെ തന്നെ എടുത്തിട്ട് ഒരു ആർക്ക് വരച്ചു. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിൻറ്റ് നമുക്കവിടെ കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എയിൽ നിന്നും അതുപോലെ ബിയിൽ നിന്നും ഈ ഒരു പോയിൻറ്റിലേക്ക് ഞാനൊരു ലൈൻ വരച്ചു കൊടുത്തു. ഓക്കെ, നമ്മൾ സ്കെയിലൊക്കെ എടുത്ത് വരക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ എന്ത് കിട്ടി നമുക്ക് എ ബി സി എന്നൊരു ട്രയാങ്കിൾ എ ബി 6 സെൻറ്റിമീറ്റർ എ സി 5 സെൻറ്റിമീറ്റർ ബി സി 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മൾ എ ബിക്ക് ഒരു ബൈസെക്ടർ കൊടുക്കുകയാണ്. ഓക്കെ, അതായത് നമ്മളതിന് സമഭാജി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്തു 5 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തിട്ട് മുകളിലേക്കും താഴേക്കും ഒരു ആർക്ക് വരച്ചു. അതേപോലെ തന്നെ ബിയിൽ എന്ന പോയിൻറ്റിൽ നമ്മൾ കോമ്പസ് കുത്തിയിട്ട് ഇതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു 2 ആർക്ക് വരച്ചു കൊടുത്തു. ഈ 2 ആർക്കും വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കാണാമല്ലോ ഇവിടെ രണ്ടിടത്തും നമുക്ക് ഓരോ പോയിൻറ്റുകൾ കിട്ടില്ലേ, രണ്ടും കൂട്ടിമുട്ടുന്ന പോയിൻ്റ് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു 2 പോയിൻറ്റുകളെയും കൂടെ ചേർത്തിട്ട് ഞാൻ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇപ്പോൾ എ ബിക്ക് എന്തായി ഒരു ബൈസെക്ടർ കൊടുത്തു. ഇനി ഇതേപോലെ ബി സിക്ക് നമ്മൾ ബൈസെക്ടർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബി സി 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ കോമ്പസിൽ ഒരു 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇതുപോലെ ആർക്ക് വരച്ചു കൊടുത്തു. ബി എന്ന പോയിൻറ്റിൽ നിന്ന് ആദ്യം വരച്ചു, ഇന്ന് സി എന്ന പോയിൻറ്റിൽ നിന്നും വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ 2 ആർക്കുകളും തമ്മിൽ യോജിക്കുന്ന ഒരു പോയിൻ്റ് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ 2 പോയിൻറ്റുകളും യോജിക്കുന്ന ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുത്തപ്പോൾ ബി സിക്ക് ഒരു ബൈസെക്ടർ ആയല്ലോ. ഓക്കെ, സമഭാജിയായി. ഇനി ഈ നമ്മളിപ്പോൾ വരച്ച 2 ബൈസെക്ടറും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് ചുവപ്പ് കാണുന്നത് കേട്ടോ. അതിൽ നമ്മൾ എന്ത് ചെയ്തു എ എന്ന പോയിൻറ്റിലേക്ക് ഒരു മെഷർ ചെയ്തെടുത്തു. എന്നിട്ട് അതങ്ങ് സർക്കിളായിട്ട് വരച്ചു കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇതിനൊരു സർക്കം സെൻറ്റർ അഥവാ പരിവൃത്തം വരച്ചു. ഇതിൻ്റെ പരിവൃത്ത കേന്ദ്രം എന്ന് പറയുന്നത് എത്രയാണ് 3.1 ആണ്. അതാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയത് കേട്ടോ. ഓക്കെ ആണല്ലോ.